Hello everyone, welcome back to yet another video of Nutshell Lines. Today I would like to deal with an essay which is entitled as 6 Phases of Transformative Travel, which is written by Jacko J. Hammond. Once again, welcome to the video. So I'm directly moving to the summary part of the essay, that is, Jacko J. Hammond opens his essay by narrating one of his motorcycle trips carrying not too much more than his GPS and phone. നമ്മളുടെ ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജെ ഹാമൻ ആ ഒരു എസ്സേ അതിൻ്റെ തുടക്കത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഒരു മോട്ടോർ സൈക്കിൾ ട്രിപ്പിനെ പറ്റിയാണ്. ഈ ഒരു ട്രിപ്പിൽ അദ്ദേഹത്തിൻ്റെ GPS ഫോണും മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വിച്ച് മീൻസ് അദ്ദേഹം വേറൊരു കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ യാത്രയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എസ്സേയുടെ തുടക്കം എന്ന് പറയുന്നത്. And he says another point, that is, many of us are beginning to explore the possibility of travel once again. നമ്മളിൽ പലർക്കും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ആ ഒരു യാത്രയുടെ ആ ഒരു സുഖം അല്ലെങ്കിൽ ഒരു ട്രാവലിങ്ങിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷർ എന്ന് പറയുന്നത് സംതിങ് വെരി ബിഗ് അല്ലേ. പക്ഷേ നമ്മളിൽ എത്ര പേര് ആ പ്ലഷർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ കുറവായിരിക്കും. കാരണം നമ്മളിൽ പലർക്കും നല്ല രീതിയിൽ യാത്ര ചെയ്യാനായിട്ട് അറിയില്ലായിരിക്കാം. ഓക്കെ, but even amidst the challenges of a global pandemic, the question still remains. അപ്പോൾ അദ്ദേഹം പറയുവാണ്, നമ്മളിപ്പോൾ വലിയൊരു പാൻഡമിക് സിറ്റുവേഷൻസ് അതിൻ്റെ ചലഞ്ചസ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. പാൻഡമിക് എന്ന് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു എസ്സേ എഴുതുന്ന സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ COVID-19 ഒക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റിന് ശേഷമാണ്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഗ്ലോബൽ പാൻഡമിക് അത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു നമ്മളിപ്പം ഏകദേശം ഒരു ബാക്ക് ടു നോർമലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മളുടെ ഇടയിൽ ചോദിക്കപ്പെടുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നത്. ഹൗ ക്യാൻ വി മേക്ക് അവർ ട്രാവൽ മീനിങ്-ഫുൾ, ട്രാൻസ്ഫോർമേറ്റീവ് ആൻഡ് സസ്റ്റൈനബിൾ? നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ യാത്ര മീനിങ്-ഫുൾ ആക്കാം, അത് ട്രാൻസ്ഫോർമേറ്റീവ് ആക്കാം, അല്ലെങ്കിൽ അത് സസ്റ്റൈനബിൾ ആക്കാം എന്നാണ് ആ ക്വസ്റ്റ്യൻ. ആൻഡ് ആസ് എ പ്രൊഫസർ ഓഫ് റിലീജിയൻ, psychology and culture, he experiences the intersection of three. So ജാക്കോ ജെ ഹാമൻ എന്ന് പറയുന്നത് ഹീസ് എ പ്രൊഫസർ ഓഫ് റിലീജിയൻ, സൈക്കോളജി ആൻഡ് കൾച്ചറാണ്. ഈ 3 ഏരിയയുടെയും പ്രൊഫസറാണ് അദ്ദേഹം. സോ അദ്ദേഹത്തിന് ഇതിനൊരു ഉത്തരം കിട്ടണമെങ്കിൽ ഈ ഒരു 3 കാര്യം കൂടി ചേർന്ന് തന്നെ അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയേ തീരൂ. And his research on travel, he was confused by some unsolvable paradoxes. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, യാത്രകളെ പറ്റി അദ്ദേഹത്തിന് ഒത്തിരി റിസർച്ച് ചെയ്യാനുണ്ട്. പക്ഷേ ഈ റിസർച്ച് ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹത്തിന് ഉത്തരം കിട്ടാത്ത കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും കുറേ അൺസോൾവബിൾ, അതായത് പരിഹരിക്കാൻ പറ്റാത്ത കുറേ നിലപാടുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു എസ്സേ അദ്ദേഹം പറയുന്നത്. അൾട്ടിമേറ്റ്ലി മെനി പീപ്പിൾ ഹോപ്പ് റിട്ടേൺ ട്രാൻസ്ഫോംഡ്. അപ്പോൾ അദ്ദേഹം പറയുവാണ്, ചിലവരെല്ലാം യാത്രയ്ക്ക് ശേഷം അവർക്കൊരു പരിവർത്തനം ഉണ്ടാവും, അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, ഒരു ചേഞ്ച് ഉണ്ടാവും. ചിലവർ ആ ചേഞ്ച് ആഗ്രഹിക്കുന്നവരാണ്. ഒരു നല്ലൊരു യാത്രയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾക്ക് തന്നെ ഒരു പേഴ്സണലി നമ്മളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യണം. ആൻഡ് ട്രാവൽ ഈസ് ഓഫൻ വ്യൂഡ് ആസ് വാട്ട് ആന്ത്രപ്പോളജിസ്റ്റ് കോൾ എ റൈറ്റ് ഓഫ് പാസേജ്. അതായത് ട്രാവലിംഗ് അല്ലെങ്കിൽ ട്രാവൽ എന്ന് പറയുന്നത് ആന്ത്രപ്പോളജിസ്റ്റുകാരുടെ കണ്ണിൽ, ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ദെയർ ആൻസിസ്റ്റേഴ്സ്. ഹ്യൂമൻ ബീയിങ്സിനെയും നമ്മുടെ ആൻസിസ്റ്റേഴ്സിനെയും പറ്റി പഠിക്കുന്ന പഠനമാണ് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. സോ ആന്ത്രപ്പോളജി പഠിക്കുന്ന ആളുകൾ നമ്മൾ ആന്ത്രപ്പോളജിസ്റ്റുകൾ എന്ന് പറയുന്നു. അവരുടെ കണ്ണിൽ ട്രാവലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റൈറ്റ് ഓഫ് പാസേജ് ആണ്. അതായത് ഒരു തരത്തിലൊരു ആചാരമാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയുള്ള ആചാരമാണത്? Structured rituals in which individuals separate themselves from their familiar surroundings, undergo change and return rejuvenated or reborn. അതായത് നമ്മളുടെ പരിചിതമായിട്ടുള്ള, നമുക്കറിയാവുന്ന ഒരു സ്ഥലത്തിൽ നിന്നും നമ്മളുടെ സറൗണ്ടിങ്ങിൽ നിന്നും നമ്മൾ മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. എന്നിട്ട് നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യുന്നു. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ പുതിയൊരാളുകളായിട്ട്, അല്ലെങ്കിൽ ഒരു റീബോൺ അല്ലെങ്കിൽ ഒരു റീബേർത്താണ് അവിടെ ഒരു ട്രാവലിങ്ങിൽ സംഭവിക്കുന്നത് എന്നാണ് ആന്ത്രപ്പോളജിസ്റ്റുകാർ പറയുന്നത് ട്രാവലിങ്ങിനെ പറ്റി. But
ട്രാവലേഴ്സ് ആർ നോട്ട് ജസ്റ്റ് കൺസേൺഡ് വിത്ത് ദംസെൽസ്. അപ്പോൾ ജേക്കോ ജെ ഹമ്മൻ പറയുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെപ്പറ്റി മാത്രമല്ലല്ലോ നമ്മൾ ചിന്തിക്കും, നമ്മൾ ഒത്തിരി കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കും. ദ ഡിസയർ ടു എക്സ്പ്ലോർ മേ ബി എ ഡിഫൈനിങ് ഹ്യൂമൻ ട്രേറ്റ്. അപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു യാത്രയുടെ ഒരു പോസിബിലിറ്റി, നമുക്ക് കിട്ടുന്ന ആ ഒരു സമയം ഏറ്റവും അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ അടങ്ങാത്ത ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഒരു ഡിസയർ, അതെല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. അത് ഒരു 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 കൈൻഡ് ഓഫ് എന്താ പറയുക, ഹ്യൂമൻ ട്രേറ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് അതൊരു മനുഷ്യ സ്വഭാവമാണ്, അതെല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. പക്ഷേ അങ്ങനെ ആ ഒരു യാത്രയിൽ നിന്നൊരു ഒരു 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 ആസ്വാദനം, അല്ലെങ്കിൽ ഒരു യാത്ര നമുക്ക് നല്ല അനുഭവങ്ങൾ നൽകുക എന്ന് പറയുന്നത്, അത് അത്രയും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കേ പറ്റുള്ളൂ. സോ അതൊരു മനുഷ്യ സ്വഭാവമാണ്, അതല്ലാതെ അതൊരു ആഗ്രഹം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. Then, increasingly, the tourism industry and scholars alike are interested in ethical travel, which minimizes visitors' harm on the places and people they encounter. So, ഇത്തരത്തിലുള്ള, അതായത് ട്രാവലിംഗ് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഒത്തിരി കൂടുതലാണ് ഇപ്പം. സോ അങ്ങനെ ആളുകളുള്ളപ്പോൾ ടൂറിസം ഇൻഡസ്ട്രിയും അതുപോലെ സ്കോളേഴ്സും, അതായത് വളരെ വളരെ പണ്ഡിതന്മാരെന്നൊക്കെ പറയും, അവർക്കെല്ലാം ഈ ഒരു എത്തിക്കൽ ട്രാവൽ, അതായത് ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇപ്പോൾ ടൂറിസം ഇൻഡസ്ട്രി ആയാലും സ്കോളേഴ്സ് ആയാലും ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെ ട്രാവലിങ്ങിന് ഇതൊരു അനുഭവമായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹ്യൂമൻ ട്രേറ്റ് ആയിട്ട്, നമ്മളുടെ ഒരു സ്വഭാവമായിട്ട് തന്നെ, നമ്മളൊരു അടങ്ങാത്ത ഒരു ആഗ്രഹമായിട്ട് കാണുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ മിനിമൈസസ് വിസിറ്റേഴ്സ് ഹാം ഓൺ ദി പ്ലേസസ്. നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് അവിടെയുള്ള ആളുകളായിട്ട് നമ്മൾ അവരെ ഉപദ്രവിക്കാതെ, അല്ലെങ്കിൽ നമ്മളും അവരും തമ്മിലൊരു ഹാം ചെയ്യുന്ന രീതിയിലൊന്നും വരുത്താതെ പോയ പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് തിരിച്ചു വരാനുള്ള, അല്ലെങ്കിൽ നമ്മൾ കണ്ട സ്ഥലത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ആളുകളായിട്ട് നല്ലൊരു ബന്ധം നമുക്ക് പുലർത്താനായിട്ടൊക്കെ ഇത്തരത്തിലുള്ള എത്തിക്കൽ ലെവൽ ഓഫ് ട്രാവലിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഹാമൻ പറയുന്നത്. The media inundate tourists with advice and entertainments about where to travel and what to do there. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നമുക്കറിയാം അല്ലേ, മീഡിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ ഈ മീഡിയക്കാർ, മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റുകാരെ ഇങ്ങനെ അഡ്വൈസസും അതുപോലെ പരസ്യങ്ങളും അഡ്വർടൈസ്മെൻറ്റ്സും അതുപോലെ അഡ്വൈസും കുറേ ഉപദേശങ്ങളൊക്കെ പറഞ്ഞ് മീഡിയ ഇങ്ങനെ ആളുകളിങ്ങനെ പുറകെ നടക്കുകയാണ്. നിങ്ങൾ എവിടെ ട്രാവൽ ചെയ്യണമെന്ന് ഞങ്ങൾ പറയാം, അതുപോലെ തന്നെ എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾ പറയാം, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് മീഡിയ നിരന്തരം നമ്മളിങ്ങനെ ഓരോ ട്രാവലേഴ്സിനെയും ടൂറിസ്റ്റുകാരെ ഇങ്ങനെ എന്ത് ചെയ്യുവാണ്, കുത്തി നിറക്കുകയാണ് ഓരോ അഡ്വൈസ് പറഞ്ഞിട്ട്. ബട്ട് ഇൻ ഓർഡർ ടു മീറ്റ് ദ ഡീപ്പർ ഗോൾസ് ഓഫ് ട്രാൻസ്ഫോർമേറ്റീവ് ethical travel, the why and how demand deeper discernment. അപ്പോൾ ഇദ്ദേഹം പറയുവാണ്, വെറുതെ മീഡിയക്കാർ കണ്ടിട്ടായിരിക്കരുത് നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും വി ഷുഡ് ഹാവ് എ ഡീപ്പർ ഗോൾസ് ഓഫ് ട്രാൻസ്ഫോർമേറ്റീവ് ആൻഡ് എത്തിക്കൽ ട്രാവൽ. നമ്മൾ എത്തിക്കലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടൊരു ട്രാവലിംഗ് നടത്തുകയാണെങ്കിൽ നമ്മൾക്ക് അതിനെപ്പറ്റിയൊരു ധാരണ വേണം. വൈ, എന്തിനാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, ആൻഡ് ഹൗ, എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രാവലിംഗ് എന്ന് പറയുന്നത്. ഇത് ഡിമാൻഡ് ഡീപ്പർ ഡിസേൺമെൻറ്റ്. ഇതിനെല്ലാം ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ളൊരു വിഷൻ നമുക്കെല്ലാവർക്കും വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. Then, during his research, he studied that a meaningful travel is based on 6 phases of practice, lies on core human experiences. അപ്പോൾ അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം ഒരു റിസർച്ച് നടത്തുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം, ഒരു മീനിങ് ട്രാവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 6 phase. നമ്മളുടെ ഒരു മീനിങ് ആയിട്ട് ട്രാവലിംഗ് നമുക്ക് വേണ്ട 6 കാര്യങ്ങളുണ്ട്. ഈ 6 കാര്യങ്ങളും നമ്മുടെ ഹ്യൂമൻ എക്സ്പീരിയൻസസ് ആയിട്ട് വളരെയധികം ബന്ധമുള്ള കാര്യങ്ങളാണ്. And these phases can repeat and overlap within the same journey, just as adventures twist and turn. ഈ 6 ഫേസസും നമ്മളുടെ യാത്രയിൽ ഓവർലാപ്പ് ചെയ്ത് വരാം, റിപ്പീറ്റ് ചെയ്ത് വരാം. പക്ഷേ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ കൈൻഡ് ഓഫ് അഡ്വെഞ്ചർ. ഒരു അഡ്വെഞ്ചറായിട്ട് നമ്മളുടെ യാത്ര എടുക്കുക. ഇതിങ്ങനെ മാറിയും മറിഞ്ഞും ഈ 6 phase നമ്മളുടെ യാത്രയിൽ എന്തായാലും ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളിതെല്ലാം ഉൾപ്പെടുത്തണം എന്നുള്ളത്. And here he shares some tips on how to use each stage of your travels to find transformation. ഇനി അദ്ദേഹം പറയാണ്, അദ്ദേഹം ഈ 6 ടിപ്സ് നമുക്ക് തരികയാണ്, എങ്ങനെയാണ് നമ്മൾ ട്രാവലിങ് ഏറ്റവും ഭംഗിയായിട്ട് നടത്തേണ്ടത്, അതെങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, എന്നിട്ട് നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ
മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യാം. നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾക്ക് ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മുടെ ട്രാവലിംഗ് കൊണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. സോ ദീസ് 6 phases ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. These are the 6 phases. That is, first one is anticipation, second one is departure, third one surrendering, fourth one meeting, fifth is caring, and sixth one returning. So I'm moving to the first point, that is anticipation. Anticipation എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രതീക്ഷ എന്നൊക്കെ നമ്മൾ പറയും. ദറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു എനി വെക്കേഷൻ ഈസ് ആൻറ്റിസിപ്പേഷൻ. ഏതൊരു ട്രാവലിംഗ് അല്ലെങ്കിൽ ഏതൊരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ആദ്യം വേണ്ട ഒരു കാര്യം ആൻറ്റിസിപ്പേഷനാണ്. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം. ആൻഡ് ഇൻ ഡച്ച് ദിസ് പ്ലാനിങ് ആൻഡ് റിസർച്ച് റിലേറ്റഡ് ടു അൻ അപ്കമിങ് ട്രിപ്പ് ഈസ് കോൾഡ് വൂർപ്രെറ്റ്. ഇനി പറയുവാണ് ഡച്ചുകാരുടെ അല്ലെങ്കിൽ ഡച്ചിൽ അവർ പറയും നമ്മളിങ്ങനെ പോകുന്ന ഒരു പ്ലാനിങ് ആൻഡ് റിസർച്ച്, നമ്മുടെ വരാൻ പോകുന്നൊരു ട്രിപ്പിനെ പറ്റി നമുക്കുണ്ടാവേണ്ട പ്ലാനിങ്ങിനെയും റിസർച്ചിനെയും അവർ വിളിക്കുന്ന ഡച്ചുകാർ വിളിക്കുന്ന പേരാണ് വൂർപ്രെറ്റ് എന്ന്. മീനിങ് ദ പ്ലഷർ ബിഫോർ, അതായത് മുൻപുള്ള ആനന്ദം എന്നുള്ളതാണ് അതിനർത്ഥം. വി all like to plan out activities before we actually land in a new location അല്ലേ. നമ്മൾ പുതിയൊരു അറിയാൻ പാടാത്തൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ന്യൂ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ടും നമ്മളൊരു പ്ലാൻ ഉണ്ടാവും നമ്മുടെ കയ്യിൽ. ബട്ട് ഹാമൻ emphasizes that for travel to be as transformative as possible, vacationers should keep an open mind during this phase. അപ്പോൾ ഹാമൻ പറയുന്നത് നിങ്ങൾ എവിടെ പോകുമ്പോഴും നിങ്ങൾക്ക് പ്ലാനിങ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ശരി തന്നെ. പക്ഷേ നിങ്ങളൊരു സ്ഥലത്ത് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ യാത്ര അത്രയും മീനിങ് ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഷുഡ് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. നിങ്ങൾ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആകുക, നിങ്ങൾ ഭയങ്കര ഫ്രീ ആയിട്ട് ചിന്തിക്കുക. ആൻഡ് ലീവ് സ്പേസ് ഇൻ ദ ഷെഡ്യൂൾ ഫോർ അൺആൻറ്റിസിപ്പേറ്റഡ് ആക്ടിവിറ്റീസ് ആൻഡ് അഡ്വെഞ്ചേഴ്സ് ഓർ ജസ്റ്റ് വാണ്ടറിങ് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് എ ന്യൂ സിറ്റി. എന്നിട്ട് അദ്ദേഹം പറയുവാണ്, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളടക്കാം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങളുടെ പ്ലാനിലില്ലാത്ത ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വളരെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്നിരിക്കാം. ചിലപ്പോൾ അഡ്വെഞ്ചേഴ്സ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നിങ്ങൾ അവിടുത്തെ തെരുവുകളിലൂടെ നിങ്ങളുടെ സ്ട്രീറ്റ്സിലൂടെ നിങ്ങൾ കാണുന്ന അവിടുത്തെ ലോക്കൽ സ്ട്രീറ്റ്സിലൂടെ നിങ്ങളൊന്ന് നടന്നാൽ മതി. നിങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങൾ ലഭിക്കും. അതല്ലാതെ ഞങ്ങൾ പ്ലാൻ ചെയ്ത രീതിയിൽ മാത്രമേ യാത്ര നടക്കൂ എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമുക്കൊരിക്കലും അതൊരു ട്രാൻസ്ഫോർമേറ്റീവ് ട്രാവലിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ പോയി കണ്ടു വിസിറ്റ് ചെയ്ത് തിരിച്ചു പോരുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. സോ യു ഷുഡ് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് ആൻഡ് ഓൾസോ അൺആൻറ്റിസിപ്പേറ്റഡ് ആക്ടിവിറ്റീസ് നിങ്ങൾ വെൽക്കം ചെയ്യുക. ദെൻ ദിസ് ഹെൽപ്സ് പ്രിവെൻറ്റ് ഡിസപ്പോയിൻമെൻറ്റ് ഇഫ് സംതിങ് ഗോസ് awry, ബട്ട് ഇറ്റ് ഓൾസോ ക്രിയേറ്റ് സ്പേസ് ഫോർ ഇൻസ്പിറേഷൻ ആൻഡ് ദ ഫ്രീഡം ടു ഫോളോ ദ ജേർണി വെറെവർ ഇറ്റ് ടേക്സ് യു. പിന്നെ അദ്ദേഹം പറയുവാണ്, അപ്പോൾ നിങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആണെങ്കിൽ നിങ്ങളുടെ യാത്രയിൽ സംഭവിക്കുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെൽക്കം ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ അത്രയും എന്താ പറയുക റെസ്ട്രിക്റ്റഡ് ആയിട്ടല്ല, നിങ്ങൾ ഭയങ്കര ഫ്രീ ആയിട്ട് ചിന്തിക്കുന്ന ഒരു മൈൻഡാണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ യാത്രയിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ നിങ്ങൾക്കതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ്സ് ആക്ച്വലി ക്രിയേറ്റ്സ് എ സ്പേസ് ഫോർ ഇൻസ്പിറേഷൻ. പുതിയ പുതിയ കാര്യങ്ങൾ നേടാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് നിങ്ങൾക്കത്. അതുപോലെ നിങ്ങൾക്ക് ഒരു ഫ്രീഡം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ജേർണിനെ ഭയങ്കരമായിട്ട് മീനിങ് ഫുൾ ആക്കാനായിട്ട് ഈ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് നിങ്ങളെ സഹായിക്കുമെന്നാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ആൻഡ് ഐ എം മൂവിങ് ടു ദി സെക്കൻഡ് പോയിന്റ്, ദറ്റ് ഈസ് ഡിപ്പാർച്ചർ നമുക്കറിയാമല്ലോ, പുറപ്പെടുന്ന ആ ഒരു സ്റ്റേജാണ്. അതായത് ദി മൊമെൻറ്റ് വി ലീവ് ഫോർ വെക്കേഷൻ ക്യാൻ ബ്രിങ് അപ്പ് എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ഇമോഷൻസ് ടു അസ്. അത് ശരിയാണ്. നമ്മളൊരു യാത്ര പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ഒത്തിരി ഇമോഷൻസ് ഉണ്ടാവും. അത് പല ടൈപ്പായിരിക്കും പലർക്ക്. സം മേ ഫീൽ എക്സൈറ്റ്മെൻറ്റ്, ചിലർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും നമ്മളെവിടെയാണ് പോകുന്നത്, ആ ഒരു യാത്രയെപ്പറ്റി ആ സ്ഥലത്തെപ്പറ്റി ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. വൈൽ അതേഴ്സ് എക്സ്പീരിയൻസ് ഗ്രീഫ്, ചിലവർക്ക് ചിലപ്പോൾ അതൊരു സങ്കടമായിരിക്കാം, ചിലപ്പോൾ ഒരു ആൻസൈറ്റി, ചെറിയൊരു പേടി ഉണ്ടാവും. ഓർ ഈവൻ ഗിൽറ്റ്, കുറ്റബോധമുള്ള ആൾക്കാരുണ്ടാവും. ഇതിന് പോകണ്ടായിരുന്നു, ഈ യാത്ര വേണ്ടായിരുന്നു എന്ന് ബുക്ക് ചെയ്തിട്ട് എന്താ പറയുക ബുദ്ധിമുട്ട് തോന്നുന്ന കുറ്റബോധം തോന്നുന്ന കൂട്ടരും ഈ കൂട്ടത്തിലുണ്ടാവും. Lean into these emotions and reflect on how leaving home impacts your mental health. അപ്പോൾ
ഇത്രയും ഇമോഷൻസിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്ത് മെൻ്റൽ ഹെൽത്തോടെയാണ്? നിങ്ങൾ സന്തോഷത്തോടെയാണോ ഇറങ്ങുന്നത്, സങ്കടത്തോടെയാണോ ഇറങ്ങുന്നത്, എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണോ, ആൻസൈറ്റിയോട് കൂടിയാണോ, ഗിൽറ്റി ഫീലാണോ? നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നിങ്ങളുടെ യാത്രയെ എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യും, ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് എന്താണോ അതേപോലെ ആയിരിക്കും നിങ്ങളുടെ യാത്രയുടെ ഔട്ട്കം എന്ന് പറയുന്നത്. Consider journaling about these feelings and think about how what you do during your travels can help reinforce or counteract ദീസ് ഇമോഷൻസ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഈ ഫീലിങ്സ്, ഇമോഷൻസൊക്കെ നിങ്ങളൊന്ന് ജേർണലിങ് ചെയ്യുക. അതായത് ഒരു ഡയറിയിലോ മറ്റോ നിങ്ങളതൊന്ന് കുറിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ട്രാവലിംഗ് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങളത് എഴുതുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യാത്ര കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ടൊക്കെ പറ്റും. നിങ്ങളുടെ ഇമോഷൻസിന് നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു രീതിയിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. If leaving home makes you feel guilty, think about what steps you can take to fully embrace your vacation, like not checking work emails or indulging in an airport cocktail. പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ഗിൽറ്റി ഫീലാണ്, നിങ്ങൾക്ക് ഭയങ്കര മൂഡിയാണ്, നിങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്, നിങ്ങൾക്കൊരു കുറ്റബോധമൊക്കെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ എന്താ പറയുക പോസിറ്റീവ് ആക്കാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഇമെയിൽസൊക്കെ നിങ്ങൾ നോക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇനി എയർപോർട്ടിൽ ചെന്നിട്ട് ഒരു കോക്ടെയിൽ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നിങ്ങളത് പോസിറ്റീവ് ആക്കാൻ നിങ്ങൾ തന്നെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ദെൻ സറണ്ടറിങ് മീൻസ് എന്താണ്? നമ്മൾ കീഴടങ്ങുക എന്നൊക്കെ പറയും. അതായത് ഈവൻ ദ ബെസ്റ്റ് പ്ലാൻഡ് വെക്കേഷൻസ് വിൽ ഹാവ് സെറ്റ് ബാക്സ്. നല്ല പ്ലാൻ ചെയ്ത് പോയ വെക്കേഷൻസും ട്രാവലിങ്ങും ചിലപ്പം വളരെ ബോറായിട്ട് ചീറ്റി പോകാറുണ്ട്. മേ ബി യുവർ ഫ്ലൈറ്റ് ഈസ് ഡിലേഡ് ഓർ ബിഗ് സ്റ്റോം മൂവ്സ് ഇൻ. നിങ്ങൾ പോകാൻ സമയത്ത് നിങ്ങളുടെ ഫ്ലൈറ്റ് ഒന്ന് ഡിലേ ആയാൽ മതി, നിങ്ങളുടെ മൊത്തം പ്ലാൻ പോയി. അതുപോലെ തന്നെ ഒരു വലിയൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ട് എന്ന് നമ്മൾ പറയുകയാണ്, നിങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആവാൻ ഒരു കാറ്റുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ മതി. വൈൽ മോസ്റ്റ് ഓഫ് us വുഡ് സീ ദീസ് ആസ് ഡിസാസ്ട്രസ്. അപ്പോൾ ചിലവരിത് കാണുമ്പോൾ തന്നെ ഓർക്കും, ഓ തീർന്ന്, നമ്മളുടെ ആ യാത്ര തീർന്ന് അവസാനിച്ചു. അപ്പോൾ തന്നെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അത് കാണും. The therapeutic technique of surrendering can help us find peace by letting go of ഇൻഹിബിറ്റിംഗ് ഹാബിറ്റ്സ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. സോ വാട്ട് എവർ ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചാലും നമ്മൾ അതിനെല്ലാം വളരെ ഒരു വെൽക്കമിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളത് എടുക്കാൻ ശ്രമിക്കുക. പീസ്ഫുള്ളായിട്ട് തന്നെ അതിനെ ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇഫ് തിങ്സ് ആർ ഇൻ ഗോയിങ് അക്കോർഡിംഗ് ടു ദ പ്ലാൻ, ട്രൈ ടു ഫൈൻഡ് ദ സിൽവർ ലൈനിങ് ആൻഡ് ലുക്ക് ഫോർ വേസ് ദറ്റ് യു ക്യാൻ മേക്ക് ദ ബെസ്റ്റ് ഓഫ് ദ ന്യൂ സിറ്റുവേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്ലാനിലൂടെ നിങ്ങളുടെ യാത്ര പോയില്ലെങ്കിൽ നിങ്ങൾ അവിടെ കിട്ടുന്ന എന്ത് ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അവിടെ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആവാൻ ശ്രമിക്കുക. അല്ലെ തുടക്കം മുതൽ അയ്യോ വന്നപ്പോഴേ ഇങ്ങനെയായിരുന്നു, അതാ ഞാൻ വിചാരിച്ചതാണ് ഈ ഒരു യാത്ര കുളമാവുന്നത്, അങ്ങനെ നമ്മളങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. നമ്മൾക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് കിട്ടുന്നതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് make the best moments of the situation, which means which actually uses it in the pleasure. അവരുടെ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്ലഷർ അത്രയും ഭംഗിയായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മേ ബി ദാറ്റ് റെയിൻഫോൾ ഗിവ്സ് എ ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ ടു ഹാക്ക് ടു or the shelter you seek in a local cafe introduces you to a knowledgeable ലോക്കൽ. പിന്നെ അതിന് എക്സാമ്പിൾ പറയുകയാണ്, നേരത്തെ പറഞ്ഞല്ലോ ഒരു കാറ്റ് വന്നു, നിങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ, മേ ബി നിങ്ങൾക്കൊരു റെയിൻഫോൾ കിട്ടാം, നല്ലൊരു മഴ നിങ്ങൾക്ക് കിട്ടാം, അല്ലെങ്കിൽ ഭംഗിയുള്ളൊരു വാട്ടർഫോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ വെൽക്കം ചെയ്യാത്ത കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രകൃതി നിങ്ങൾക്ക് എന്താ പറയുക പ്രകൃതി ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു ബുദ്ധിമുട്ടിനെ ആ ഒരു റെയിൻഫോൾ, ഇപ്പോൾ കാറ്റ് വരുമെന്ന് വിചാരിക്കുന്നു, നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയി, പക്ഷേ ആ കാറ്റിൽ നിന്ന് മഴ പെയ്യുകയാണെങ്കിൽ അതൊരു ഭംഗിയായിട്ടുള്ളൊരു കാര്യമല്ലേ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രയുടെ ഇടയ്ക്ക് നിങ്ങൾക്കിപ്പം പോകാൻ സാധിച്ചില്ല, സോ നിങ്ങൾ അവിടുത്തെ ലോക്കൽ കഫേയിൽ കയറുക, നിങ്ങൾക്ക് അവിടെയുള്ള ആളുകളായിട്ട് സംസാരിക്കാൻ പറ്റും, ഒത്തിരി അറിവുകൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവരായിട്ടുള്ള നോളേജബിൾ ആയിട്ടുള്ളൊരു കോൺവെർസേഷനിലേക്കൊക്കെ പോകാൻ പറ്റും. സോ ഡോണ്ട് മേക്ക് ദി സിറ്റുവേഷൻ വേഴ്സ്. നമ്മളായിട്ട് കിട്ടിയ സിറ്റുവേഷൻ നശിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. And the next point is meeting. Engaging with strangers, especially in a foreign culture, can be intimidating, but meeting locals is the best way to fully appreciate the culture and customs of a new place. നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. നമുക്ക് ആരെ അറിയാൻ പാടാത്ത ഒരു രാജ്യത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവർ സ്ട്രേഞ്ചേഴ്സ് ആണ്. അവരുടെ ഫോറിൻ കൾച്ചർ ആയിരിക്കും. നമ്മൾക്ക് അവരുടെ കൾച്ചർ ചിലപ്പം അത്ര രസമായിട്ട് തോന്നുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മൾ അവിടുത്തെ ലോക്കൽസിനെ, അതായത് സാധാരണ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കാണുക, നമ്മൾ അവരുടെ കൾച്ചറും കസ്റ്റംസും
ഒക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ നല്ല വശങ്ങൾ കാണാനും അത് പഠിക്കാനും അത് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ലെഗസീസ് ഓഫ് കൊളോണിയലിസം ആൻഡ് അൺകോൺഷ്യസ് സ്റ്റീരിയോടൈപ്സ് മേ ലീഡ് us to think that foreign individuals as dangerous. ഇനി ഒരുപക്ഷെ അവരുടെ കൊളോണിയൽ കാലം അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാം, അയ്യോ ഇവർ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ നമുക്ക് ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് തോന്നാം. പക്ഷേ അക്നോളജിങ് ദീസ് സ്റ്റീരിയോടൈപ്സ് ആൻഡ് മൂവിങ് പാസ്റ്റ് ദം ഇസ് എ ക്രിട്ടിക്കൽ ആസ്പെക്റ്റ് ഓഫ് എത്തിക്കൽ ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് ട്രാവൽ. നിങ്ങൾ കണ്ട സ്ഥലത്തെ അവരുടെ കസ്റ്റം അങ്ങനെയായിരിക്കാം, കൾച്ചർ അങ്ങനെയായിരിക്കാം എന്ന് കരുതി ഇന്ന് ജീവിക്കുന്ന ആളുകൾ അതുപോലെ അവരുടെ പാസ്റ്റ് ഈസ് പാസ്റ്റ് അല്ലേ, കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷേ അയ്യോ ഇവർ അങ്ങനത്തെ രാജ്യക്കാരാണല്ലേ, അങ്ങനെ അവരൊരിക്കലും മോശമായിട്ട് കാണാതിരിക്കുക. വി ഷുഡ് അക്നോളേജ്, നമ്മളത് എന്താ പറയുക, നമ്മളത് വിലയിരുത്തുക. ഓക്കെ ഇതിങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ യാത്ര ഭംഗിയാക്കാൻ നോക്കുക, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രാവലിംഗ് കുറച്ചും കൂടി ട്രാൻസ്ഫോർമേറ്റീവ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഇറ്റ് മേ ഫീൽ അൺകംഫർട്ടബിൾ, നമുക്കത് അത്ര സുഖമായിട്ട് തോന്നില്ലായിരിക്കാം, ബട്ട് ട്രൈ ടു സീക്ക് ഔട്ട് എ കോൺവെർസേഷൻ വിത്ത് ലോക്കൽ റെസിഡൻറ്റ്. അവിടെയുള്ള സാധാരണ നാട്ടുകാരായിട്ട് നമ്മൾ കോൺവെർസേഷനിൽ ഇടപെടുക. ആസ്കിങ് ഫോർ റെക്കമെൻഡേഷൻസ്, ഇൻക്വയറിങ് അബൌട്ട് ദെയർ ഫുഡ്, അവരുടെ ഫുഡിനെ പറ്റിയും അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറിനെ പറ്റിയും, അതുപോലെ ജസ്റ്റ് ചാറ്റിംഗ് അബൌട്ട് ദിയർ ഡേ. ഒന്നും നിങ്ങൾക്ക് സംസാരിക്കാനില്ലെങ്കിൽ ജസ്റ്റ് അവരെ പറ്റി ഒരു കുശലം, അവരുടെ നാട്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ജസ്റ്റ് ഒരു വേ ഓഫ് കാഷ്വൽ ടോക്ക് നടത്തുക, അത് മതി. അതിൽ നിന്ന് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടാനായിട്ട് സാധ്യത കൂടുതലാണ്. Then the next point is caring. Caring centers around what Hammond calls privileged irresponsibility. അപ്പോൾ കെയറിങ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ആ വേർഡിൻ്റെ അർത്ഥം. അതിനെ ഹാമൻ വിളിക്കുന്നത് പ്രിവിലേജ്ഡ് ഇറസ്പോൺസിബിലിറ്റി എന്നാണ്. അതായത് ദിസ് കോൺസെപ്റ്റ് വേർ ട്രാവലേഴ്സ് ആർ ഇഗ്നോറൻറ്റ് ഓഫ് ദെയർ പ്രിവിലേജ് ഓർ ഇമ്പാക്റ്റ് ഓൺ എ റീജിയൻ ലീഡ്സ് ടു നെഗറ്റീവ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ട്രാവലേഴ്സ് ആൻഡ് ലോക്കൽ റെസിഡൻസ്. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആസ് എ ടൂറിസ്റ്റ് ആണല്ലോ, സോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില പ്രിവിലേജസ് ഉണ്ടാവും, നമുക്ക് കിട്ടുന്ന ചില ആനുകൂല്യങ്ങളുണ്ടാവും, നമുക്ക് കിട്ടുന്ന ചില സാധ്യതകളുണ്ടാവും. പക്ഷേ ഇതൊന്നും നമ്മൾ അറിയാതെ പോകുകയാണെങ്കിൽ ഒരു റീജിയനെ പറ്റി, ഒരു നാടിനെ പറ്റി അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ പറ്റി നമ്മളൊന്നും അറിയാതെ നമ്മൾ ആസ് എ ഒരു വിസിറ്റർ എന്നുള്ള രീതിയിൽ നമുക്കുള്ള കാര്യങ്ങൾ പോലും നമ്മൾ അറിയാതെ നമ്മൾ ചെല്ലുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കും. നമ്മളും അവിടുത്തെ ലോക്കൽസും തമ്മിൽ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ രണ്ട് പേർക്കും ഏറ്റവും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മൾ ആ നാടിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മൾ ആസ് എ ട്രാവലർ നമ്മൾ വഹിക്കേണ്ട കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, അതിനെപ്പറ്റിയും നമ്മൾ ബോധവാന്മാരാകുക. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാനോ കാര്യങ്ങളിലോ ഒന്നും നിൽക്കരുത്. ദാറ്റ് മീൻസ് ഒരു മ്യൂച്വൽ കെയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണ് പറയുന്നത്. കെയറിങ് മീൻസ് ബീങ് മൈൻഡ്ഫുൾ ഓഫ് ഇക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ദ റീജിയൻ യു വിസിറ്റ് ആസ് വെൽ ആസ് മൈൻഡ്ഫുൾ ഓഫ് യുവർ പേഴ്സണൽ ഇമ്പാക്റ്റ്. അതായത് നമ്മൾ കെയർ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അവിടുത്തെ ഇക്കോളജിക്കൽ ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ അവിടുത്തെ നാടിനെ പറ്റിയും അവരുടെ സോഷ്യൽ ഇഷ്യൂസും അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും നമുക്കൊരു അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ആൻഡ് അതുപോലെ തന്നെ ദിസ് മീൻസ് ഹയറിങ് ലോക്കൽ ഗൈഡ്സ്, ഈറ്റിംഗ് അറ്റ് ലോക്കലി ഓൺഡ് റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ നമുക്കിപ്പം അറിവില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടുത്തെ ലോക്കൽ ഗൈഡ്സിനെ അപ്രോച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ആ നാട്ടുകാരെ പറ്റി അറിയണമെങ്കിൽ നമ്മൾക്ക് അവിടുത്തെ ലോക്കലായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്സിൽ പോയി ഭക്ഷണം കഴിക്കാം. ആൻഡ് ലിമിറ്റിംഗ് യുവർ ഇമ്പാക്റ്റ് ഓൺ റിസോഴ്സസ് ലൈക്ക് വാട്ടർ, അതായത് വെള്ളത്തിൻ്റെ ഉപയോഗം വളരെ കുറക്കുക എന്നുള്ളത്, അതൊക്കെയാണ് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ടല്ലോ, അത് ഭംഗിയായിട്ട് ചെയ്യുക. ആ ഒരു ഇതിനെയാണ് ഇവിടെ കെയറിങ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ ഒരു നാട്ടിൽ ചെന്നിട്ട് അവരായിട്ട് മോശം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പാടില്ല. ദെൻ റിട്ടേണിങ്. കമ്മിങ് ഹോം ആഫ്റ്റർ എ വെക്കേഷൻ ക്യാൻ ബി ആസ് അൺഈസി ആസ് ലിവിങ് ഫോർ വൺ. അതായത് ഒരു വെക്കേഷൻ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഡെഫിനറ്റായിട്ട് നമുക്ക് വിഷമം ഉണ്ടാവും. ഗോയിങ് ബാക്ക് ടു അവർ റൂട്ടീൻസ് ആഫ്റ്റർ എ ബിഗ് അഡ്വഞ്ചർ ക്യാൻ ലീവ് us എക്സ്പീരിയൻസിങ് റിവേഴ്സ് കൾച്ചർ ഷോക്ക്. അല്ലേ, നമ്മൾ നല്ല അടിച്ച് പൊളിച്ച് നടന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ ഡെയിലി റൂട്ടീൻസിലേക്ക് വരുമ്പോൾ നമുക്കതൊരു കൾച്ചർ ഷോക്കാണ്. ബട്ട് ദർ ആർ എ വെറൈറ്റി ഓഫ് വേസ് വി ക്യാൻ റിമെയിൻ കണക്റ്റഡ് ടു എ ഫോറിൻ കൺട്രി ഈവൻ ആഫ്റ്റർ വി റിട്ടേൺ. ഇന്നിപ്പം നമ്മൾ ഈ ഒരു സെഞ്ച്വറിയിലാണ്, ഏറ്റവും മോഡേൺ 21st സെഞ്ച്വറിയിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ഡെഫിനറ്റായിട്ട് നമുക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നമ്മളുടെ ആ ഒരു ട്രാവലിങ് കഴിഞ്ഞാൽ നമുക്ക് അവരായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്
ഒത്തിരി മെത്തേഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. സോ ആ മെത്തേഡുകളൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് ഫോറിൻ കൺട്രീസിലുള്ള നമ്മളൊക്കെ പരിചയപ്പെട്ട നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. ബിക്കമിങ് ഇൻവോൾവ് ഇൻ കോസസ് യു ഡിസ്കവർ ഡ്യൂറിങ് യുവർ ട്രാവൽസ് ആൻഡ് സ്റ്റേയിങ് ഇൻ ടച്ച് വിത്ത് ദോസ് യു മെറ്റ് ഓൺ യുവർ ജേർണി ആർ ബോത്ത് ഗ്രേറ്റ് വേസ് ടു റിമെയിൻ എൻഗേജ്ഡ് ഈവൻ ഫ്രം എഫാർ. അപ്പം നിങ്ങൾ പോയ നാട്ടിലേക്ക്, നിങ്ങൾ സ്നേഹിക്കപ്പെട്ട ആ നാട്ടിൽ അവരായിട്ടൊരു ടച്ചിലേക്ക് വരിക, അതുപോലെ തന്നെ അവരായിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും ദൂരത്താണെങ്കിൽ പോലും നമുക്ക് സാധിക്കും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അതും ഒരു നല്ലൊരു ട്രാവലിങ്ങിൻ്റെ ഒരു നല്ല വശമാണെന്നാണ് ജാക്കോ ജെ ഹമൻ പറയുന്നത്. സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദി വീഡിയോ. So for more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.